ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 33-ാം സങ്കീർത്തനം 3-ാം തിരുവചനം, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. സങ്കീർത്തകനിലൂടെ ദൈവത്തിന്റെ റൂഹ നമ്മോട് ആവശ്യപ്പെടുകയാണ്, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നമ്മുടെ ജീവിതം കർത്താവിനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടുള്ള ജീവിതമാകണം. ദിനംതോറും പുതിയ സ്തുതികൾ, പുതിയ ഗാനങ്ങൾ, പുതിയ അഭിഷേകം, പുതിയ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. പുതിയ കീർത്തനം ആലപിക്കുവിൻ. നമ്മുടെ ജീവിതം തന്നെ ഒരു കീർത്തനമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് വ്യക്തികൾ ഭവനങ്ങളിലായിരുന്നു, യാത്രകളിലും ഓൺലൈനിലൂടെയും ശാലോം ടെലിവിഷനിലൂടെയും എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് പരിപൂർണമായൊരു സമർപ്പണത്തിനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകലവിധ ഭാരങ്ങളെയും, നമ്മൾ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തൊഴിൽ മേഖലകളെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ ജീവിതം ഒരു കീർത്തനമായി, നമ്മുടെ ജീവിതം ഒരു അഭിഷേകമായി ഈ നാളുകളിൽ കർത്താവിനെ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും ഒരു മനസ്സോട് ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ റൂഹായേ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, അവിടുത്തെ കുഞ്ഞുങ്ങളിലേക്ക് വരണമേ, അവിടുത്തെ ദമ്പതികളിലേക്ക് വരണമേ, അവിടുത്തെ സമർപ്പിതരിലേക്ക് വരണമേ, അങ്ങയുടെ സഭയിലേക്ക് വരണമേ, ദേശാന്തരങ്ങളിലേക്ക് വരണമേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ശക്തിയോടെ വരണമേ, കൃപയായി വരണമേ, വചനമായി വരണമേ, അനുഗ്രഹമായി വരണമേ, സൗഖ്യമായി വരണമേ. യേശുവേ നന്ദി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നമ്മുടെ ജീവിതം ഒരു പുതിയ ഗാനമായി കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവത്തിന്റെ ആത്മാവേ പുതുബലം നൽകണമേ, പുതിയ കൃപ നൽകണമേ, പുതുവചനങ്ങൾ നൽകണമേ, പുതുഭാഷകൾ നൽകണമേ, പുതിയ പുതിയ ദർശനങ്ങൾ നൽകണമേ. ആഗ്രഹിച്ച് കരഘോഷത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. മനസ്സോടെ പാടി പ്രാർത്ഥിച്ചിടണേ. അവിടുത്തെ ബലം നിങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പുതുബലം തരണം കർത്താവേ, ആത്മശക്തി പകരണമേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭ മുഴുവനിലേക്കും പകരണമേ. ആദിയിൽ എന്ന പോലെ ആത്മാവേ
അധിക ബലം തരണം. എത്ര പേര് ആഗ്രഹിക്കുന്ന അധികമായ ബലത്തിന് വേണ്ടി? കർത്താവേ പകരുക, കർത്താവേ പകരുക. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും നീ വളർന്നിടുവാൻ. വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. മഴയെ വീണ്ടും മയക്കണമേ, ജനമുണർന്നിടുവാൻ. ലോക ജനത ഉണരട്ടെ, തിരുസഭ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, ജനമുണർന്നിടുവാൻ. ദൈവത്തിന്റെ റൂഹായേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, എല്ലാവരും ഏറ്റുപറഞ്ഞേ, ജനമുണർന്നിടുവാൻ. ഇരു കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഒരു മനസ്സോട് ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ഞങ്ങളിൽ ആവസിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളുടെ മേൽ പരിവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിയട്ടെ, പാപശക്തികൾ ചെതറട്ടെ. പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയിലും, ഓരോ കുടുംബത്തിലും, ഓരോ ദേശത്തിലും, ഓരോ സമൂഹത്തിനുമേ കത്തിപ്പടരണമേ. തിന്മയുടെ ശക്തികളുടെ, അന്ധകാരം, പീഡകളുടെ, പൈശാചിക ആധിപത്യങ്ങളുടെ എല്ലാ കെട്ടുകളും അകത്തുകളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come Holy Spirit, come Holy Spirit. അധികമായ ശക്തി തരണമേ, അധികമായ കൃപകൾ നൽകണമേ, അധികമായ അഭിഷേകം തരണമേ. Holy Spirit, anoint us, anoint us. കാലഘട്ടത്തിന്റെ കൃപകളാൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരിലേക്ക് ദൈവത്തിന്റെ റൂഹ കടന്നു വരുന്ന സമയം ഹൃദയം തുറന്ന് ഒരു 3 പ്രാവശ്യം ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ റൂഹായേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധമ്മ മാതാവേ, ദിനംതോറും പരിശുദ്ധാത്മാവിൽ പൂരിതരായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി മധ്യസ്ഥമേകണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, പെന്തക്കോസ്തയുടെ അനുഭവത്തിൽ സ്വർഗം നമ്മെ എല്ലാവരെയും അധികമായി അഭിഷേകം ചെയ്തു. ദിനങ്ങളായി പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തങ്ങളായ കൃപകളിലൂടെ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെല്ലാവരെയും വഴി നടത്തി. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ആത്മാവിൽ പൂരിതരാകുവിൻ, ആത്മാവിൽ പൂരിതരാകുവിൻ. നമ്മെല്ലാവരെയും കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം ഇതാണ്. നമ്മെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം, പരിശുദ്ധാത്മാവിൽ നമ്മളെല്ലാം നിർവഹിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം, പരിശുദ്ധാത്മാവിൽ പരസ്പരം സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, പരിശുദ്ധാത്മാവിൽ ദൈവരാജ്യത്തിന് വിവിധങ്ങളായ വേലകൾ നമ്മൾ പൂർത്തീകരിക്കണം.
എല്ലാം പരിശുദ്ധാത്മാവിലൂടെ നിർവഹിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ മനസ്സാണിത്. പരിശുദ്ധാത്മാവിൽ പൂരിതരാകുക. പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ചു. നമ്മുടെ ഒരുക്കവും പ്രാർത്ഥനയും ഇതോടുകൂടി തീർന്നു പോകാനുള്ളതല്ല. ഓരോ ദിനവും ദിനം തോറും നമ്മൾ പരിശുദ്ധാത്മാവിൽ പൂരിതരായി 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 ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ കരുത്തുള്ളതാകണമെങ്കിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, നമ്മുടെ ഈ ലോക ജീവിതം കർത്താവിനും സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനേറ്റവും നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് നിരന്തരമായ സഹായവും അഭിഷേകവുമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങൾ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗമാണിത്. കർത്താവും ശിഷ്യന്മാരും അവിടെ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, പറയുകയല്ല, കൽപ്പനയായിട്ട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം, അത് പരിശുദ്ധാത്മാവാണ്, നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം. നിങ്ങൾ അതിനായി ആഗ്രഹവും ഒരുക്കമുള്ളവരാകണം. ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള തിരുവചനമാണിത്. ദിനംതോറും പരിശുദ്ധാത്മാവിൽ പൂരിതരായി നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി ദൈവത്തിന്റെ റൂഹ നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ വചനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമുക്കിന്ന് പലർക്കും പരിശുദ്ധാത്മ അനുഭവം ഇല്ലാത്തതിന്റെ കാരണം പലരും പങ്കുവെക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. പെന്തക്കോസ്തയുടെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യത്താലും കൂടുതൽ പ്രകാശിതരാകുവാൻ, ഉജ്ജ്വലിക്കപ്പെടുവാൻ ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. എന്നാൽ ഞങ്ങൾക്കത് അനുഭവിക്കുവാൻ, പ്രാപിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. കർത്താവിന്റെ വചനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ, സംശയിക്കാതെ, ചഞ്ചലപ്പെടാതെ, അസ്വസ്ഥരാകാതെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. വിശ്വസിക്കുന്നവരിലാണ് ദിനംതോറും ആത്മശക്തിയുടെ പ്രവാഹമുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ പകർച്ച ലഭ്യമാകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 7:38, വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. വിശ്വസിക്കുന്നവരിലേക്ക്, കർത്താവിന്റെ വചനങ്ങളിൽ ചങ്കുറപ്പിക്കുന്നവരിലേക്ക്, ലോകം പറയുന്ന പാഴ്വചനങ്ങളിലേക്ക് നോക്കാതെ കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങളിൽ നീ ഹൃദയമുറപ്പിച്ച് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ റൂഹ വെളിപ്പെടുത്തുകയാണ്. നിന്റെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാവും. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ദിനംതോറും
ഈ ആത്മപകർച്ചയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പ് തരികയാണ്. പൂർണ്ണമായ വിശ്വാസമാണ് പരിശുദ്ധാത്മാവിൽ നിരന്തരം പൂരിതരായി ജീവിക്കുവാനുള്ള പ്രധാനമായൊരു ഘടകം. അപ്പോസ്തല പ്രവർത്തനം 11:17 പത്രോസ്ലീഹ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. കൊർന്നേലിയോസിന്റെ ഭവനത്തെ സമ്മേളിച്ചിരിക്കുന്ന വിജാതീയരോടാണ് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നത്. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായി. ഈ സംഭവം പത്രോസ്ലീഹ ജെറുസലേമിലെ സഭയോട് പങ്കുവെക്കുകയാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച അതേ ദാനം, ഏതാണ് ഈ അതേ ദാനം? അത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. ദൈവം അവർക്കും നൽകിയിരിക്കുന്നു. എന്റെ സഹോദരങ്ങൾ, ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ദൈവം നൽകിയ അതേ ദാനം, അതേ അനോയിന്റിങ്, അതേ കൃപ, അതേ ശക്തി അവർക്കും നൽകിയിരിക്കുകയാണ്. അപ്പൊ വിശ്വസിക്കുന്നവരിൽ അത് 1, 2, 3, 4 ദിനമല്ല, എല്ലാ ദിവസവും ദിനം തോറും കർത്താവിന്റെ വചനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കണം, പെരുകണം. ആരെല്ലാം വചനത്തിൽ വേരുറപ്പിച്ച് ചങ്കുറപ്പിച്ച് ജീവിക്കുന്നുവോ അവരിലേക്ക് ആത്മപ്രവാഹം ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ജീവിക്കുവാനുള്ള കൃപയിലേക്ക് സ്വർഗം അവരെ വളർത്തുകയാണ്. ഹല്ലേലൂയ. പൂർണ്ണമായ വിശ്വാസമാണ് പരിശുദ്ധാത്മാവിൽ പൂരിതരായി ജീവിക്കുവാനുള്ള ആവശ്യം. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മാവിലുള്ള ഈ നിറവും ആത്മാവിന്റെ പകർച്ചയും ആത്മാവിൽ പൂരിതരമാകുന്ന അനുഭവമൊക്കെ ഏതാനും ചിലർക്കുള്ളതല്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെ അവകാശമാണിത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:39 വചനം പറയുന്നുണ്ട്. നിങ്ങൾ ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും ദൈവം തന്റെ അരികിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എന്നെ ഒരുപാട് ആനന്ദിപ്പിച്ചൊരു വചനമാണിത്. പരിശുദ്ധാത്മാവിന്റെ പകർച്ച, പരിശുദ്ധാത്മാ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാ അഭിഷേകം അത് ഏതാനും ചില വ്യക്തികൾക്കുള്ളതല്ല. നമ്മുടെ അനേകരുടെ ധാരണ അതെനിക്ക് പ്രാപിക്കാൻ പറ്റുമോ, എന്നിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുമോ, എന്നിൽ ആത്മാവിന്റെ കൃപാവരങ്ങൾ വെളിപ്പെടുമോ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, എൻ്റെ ജീവിതത്തിന് വിവിധങ്ങളായ സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മ പ്രവാഹം ഉണ്ടാകുമോ? സംശയിക്കരുത്. ദൈവത്തിന്റെ വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അത് അനുദപിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവിൽ പൂരിതമാകുന്ന അനുഭവം. നമ്മുടെ അവകാശമാണ് ദൈവമക്കളെ. രണ്ടാമത് പറയാം, അത് നമ്മുടെ മക്കൾക്ക്, സന്താനങ്ങൾക്കുള്ളതാണ്. നമ്മുടെ മക്കളെ ഓർത്ത് അസ്വസ്ഥരാകണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. അവിടെ മേൽ പ്രവചനം കിടപ്പുണ്ട്, വാഗ്ദാനം കിടപ്പുണ്ട്. നമ്മുടെ മക്കൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകാൻ, പരിശുദ്ധാത്മ ശക്തിയുള്ളവരാകാൻ, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യം അനുഭവിക്കുന്നവരാകാൻ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 44:3 പറയുന്നില്ലേ, നിന്റെ സന്താനങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. എത്ര കൃത്യമായ വചനമാണിത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 2:17 പറയുന്നില്ലേ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പരിശുദ്ധാത്മാവിൽ പ്രവചിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പൂരിതമാകുക എന്ന് പറയുന്നത് അത് നമ്മുടെ മക്കൾക്കുള്ള പ്രവചനമാണ്, വാഗ്ദാനമാണ്. വിദൂരസ്ഥർ, നമ്മുടെ പല കുഞ്ഞുങ്ങളും വിദൂരതകളിലായിരിക്കാം. ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങള് ലോകത്തിന് വിവിധ കോണുകളിലായിരിക്കാം. അവർ എവിടെയായിരുന്നാലും നമ്മൾ ആയിരിക്കുന്നിടത്ത് കർത്താവിനെ നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവരായിരിക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന് അവരെ അഭിഷേകം ചെയ്യാൻ, അവരെ ഉണർത്തുവാൻ, അവരെ ശക്തീകരിക്കുവാൻ, അവരെ ആത്മാവിന്റെ തീനാവുകളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ
പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇതെല്ലാവർക്കുമുള്ളതാണ്, സകല മനുഷ്യർക്കുമുള്ളതാണ്. യേശുവിലുള്ള പൂർണ്ണമായ വിശ്വാസം അവിടുത്തെ വചനങ്ങളിൽ ഇത് നമ്മൾ ഓരോ ദിനവും ഇത് പ്രാപിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിൽ നിരന്തരം പൂരിതരായി ജീവിക്കുവാൻ നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളാകണം. ഒഴിഞ്ഞ പാത്രങ്ങളാകണം. നിറഞ്ഞിരിക്കുന്ന ഒന്നിലേക്ക് പകർച്ചയുണ്ടാവുകയില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, ആ ഗ്ലാസ്സിലേക്ക് പിന്നെ നിറയ്ക്കാൻ പറ്റും, വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. അത് കാലിയാകണം. ഒഴിഞ്ഞ പാത്രത്തിലാണ് പകർച്ചയുണ്ടാവുന്നത്, നിറവുണ്ടാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കണമേ. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മ അനുഭവം നമ്മൾ പെന്തക്കോസ്തായിക്കോ ആചരിക്കുന്നു, ഒരുങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുവെങ്കിലും വേണ്ട വിധം നമുക്കതൊരു എക്സ്പീരിയൻസായി ജീവിക്കുന്ന അനുഭവമായി പെന്തക്കോസ്ത് നമുക്ക് മാറാത്തതിന്റെ ഒരു അടിസ്ഥാന കാരണം നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞിരിക്കുകയാ. അവിടെ എവിടെയാ ആത്മപകർച്ചയുണ്ടാവുക? ആകുലതകള്, ഉത്കണ്ഠകള്, വേദനകള്, ദുഃഖങ്ങള്, ലോകമോഹങ്ങള്, ചില ആസക്തികള്, ലോകസുഖങ്ങളോടുള്ള ആശകള്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാവില്ല സഹോദരങ്ങളെ. നമ്മൾ ഒഴിയപ്പെടണം. നമ്മുടെ എല്ലാം നമ്മൾ കർത്താവിന്റെ മുൻപിൽ ആ ഒരു എംപ്റ്റിനെസ്, ഒഴിഞ്ഞ പാത്രങ്ങളായി ഒരു ഒഴിയപ്പെടൽ നമ്മളിൽ സംഭവിച്ചാലേ നിറയപ്പെടൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളൊരു പകർച്ചയ്ക്ക് വേണ്ടി, ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായൊരു ഒഴിയപ്പെടൽ ഈ ലോകത്ത് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന സകലതും നമ്മൾ വിട്ടുകളയാൻ തയ്യാറാകണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുന്നുണ്ട്. പ്രവാചകനായ എലീശ പറയാ, നീ കുറച്ച് ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുക. പ്രവാചകന്റെ വാക്കനുസരിച്ച് അയൽപ്പക്കങ്ങളിൽ നിന്നും മറ്റുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുകയാണ് ഈ പാവപ്പെട്ട വിധവയും അവളുടെ കുഞ്ഞുങ്ങളും. ഈ ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് പുതിയ എണ്ണയുടെ പകർച്ചയുണ്ടാവുകയാണ്. പാത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 രാജാക്കന്മാർ 4:6 പറയുന്നു, എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലയ്ക്കുകയാണ്. ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴിയപ്പെടൽ ഉണ്ടായിരിക്കണം. കർത്താവിന്റെ മുൻപിൽ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് എളിമപ്പെട്ട് നമ്മൾ ഒരു ശൂന്യവൽക്കരണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദിനംതോറും പരിശുദ്ധാത്മാവിന്റെ പകർച്ചയിൽ, പെന്തക്കോസ്തയുടെ യഥാർത്ഥ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ഒഴിയപ്പെടൽ വേണം ദൈവമക്കൾ, അല്ലെങ്കിൽ പകർച്ചയുണ്ടാവില്ല. നിറഞ്ഞിരിക്കുന്ന ഒന്നിലേക്ക് പകരുവാൻ സാധിക്കുകയില്ല. ഒഴിഞ്ഞ പാത്രങ്ങളാവുക. ദൈവത്തിന് റൂഹ തരുന്ന സന്ദേശമാണിത്. ഒഴിഞ്ഞ പാത്രങ്ങളാവുക. കർത്താവിന്റെ സ്നേഹത്തിനും കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ കൃപയ്ക്കും കർത്താവിന്റെ റൂഹായ്ക്കും നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കാൻ തക്കവിധം ഒരു എംപ്റ്റിനെസ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഒന്നാമതും പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ആലോചന പുതിയ തോൽക്കുടങ്ങളാകണം. ആത്മാവിൽ പൂരിതരായി ജീവിക്കണമെങ്കിൽ ദിനംതോറും നമ്മളിൽ ഒരു നവീകരണം, പുതുക്കം ഉണ്ടാകണം. പുതിയ തോൽക്കുടങ്ങൾ. കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വചനത്തിലാണ്, പുതിയ വീഞ്ഞ്
പുതിയ തോൽക്കുടങ്ങളിലേക്കാണ് പകരപ്പെടുന്നത്. ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിലേക്കല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പഴയ തോൽക്കുടവുമായി പുതിയ വീഞ്ഞിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും ഈ പഴയ തോൽക്കുടത്തിലേക്ക്, എല്ലാവരും ഒരു സെക്കൻഡ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചതാ, ഇത് പഴയ തോൽക്കുടമാണ്, ചിന്തിക്കുക. ഈ പഴയ തോൽക്കുടത്തിലേക്ക് ഒരിക്കലും പുതിയ വീഞ്ഞിന്റെ പകർച്ചയും ഒഴുക്കും ഉണ്ടാവുകയില്ല. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ. കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം. നമ്മൾ പുതിയ തോൽക്കുടങ്ങളായിട്ടുണ്ടോ? ഈ പെന്തക്കോസ്ത് നമ്മളെ പുതിയ തോൽക്കുടങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയോ? കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതം രൂപപ്പെട്ടുവോ? പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മ അനുഭവമില്ലാത്തതിന് കാരണം, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിന്റെ മൂവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതിന് കാരണം നമ്മളിപ്പോഴും പഴയ തോൽക്കുടങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. പഴയ തോൽക്കുടങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പുതിയ വീഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നവ ദിനംതോറും പരിശുദ്ധാത്മാവിൽ പൂരിതരാകാൻ, പരിശുദ്ധാത്മാവിന്റെ വീര്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ അത്ഭുതകരമായ ആ ശക്തിയുടെ നിറവ് നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ തോൽക്കുടങ്ങളായി തീരുക. ദൈവത്തിന്റെ റൂഹ നമ്മെ അറിയിക്കുന്ന സന്ദേശമാണിത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഒരു പുതിയ സൃഷ്ടിയിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ സമർപ്പണത്തിലേക്ക്, എല്ലാം ഒരു 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 നവീകരണത്തിന്റെ, ഒരു പുതിയ നിറവിന്റെ അനുഭവം നമ്മൾ സ്വന്തമാക്കണം. നമ്മുടെ ആ പഴഞ്ചൻ ചില ശൈലികൾ ഉപേക്ഷിക്കണം. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ പുതുമയുണ്ടാകണം. വചന പഠനത്തിൽ, വചന ധ്യാനത്തിൽ പുതുമയുണ്ടാവണം. നമ്മുടെ കൗദാശിക ജീവിതത്തിൽ പുതുമ അനുഭവിക്കാൻ പറ്റണം. എല്ലായിടങ്ങളിലും ഒരു നവീകരണത്തിന്റെ അരൂപിയുടെ വ്യാപനം ഉണ്ടാകണം. പുതിയ തോൽക്കുടം, അവിടെ പുതിയ അഭിഷേകമുണ്ട്. പുതിയ തോൽക്കുടത്തിൽ പുതിയ ശക്തിയുണ്ട്, പുതിയ കൃപയുണ്ട്, പുത്തൻ സാന്നിധ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുക. ഈ പെന്തക്കോസ്ത് തിരുനാളിനോട് ചേർന്ന് നമ്മുടെ ആഗ്രഹവും തീക്ഷ്ണതയ്ക്ക് അലിഞ്ഞ് കൂടുതൽ വർദ്ധിച്ചു വരണം. ഓരോ ദിവസവും പരിശുദ്ധാത്മ നിറഞ്ഞ് ജീവിക്കാൻ നമ്മൾ ദാഹമുള്ളവരാകണം. സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ജീവിതങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഞാനും നിങ്ങളും ആ ഗണത്തിൽപ്പെടുവാൻ ആഗ്രഹിക്കണം. അതിനായി പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം. പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മണ്ഡലങ്ങളെയും പരിശുദ്ധാത്മാവിനെ അടിയർവ് വെച്ചുകൊണ്ട് നമ്മെ ദൈവത്തിന്റെ റൂഹ നിയന്ത്രിക്കട്ടെ. ആ റൂഹായുടെ വ്യാപനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അനുഭവിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വ